ബിഗ് ബോസ് സീസൺ 6 ഡേ 75 നമ്മൾ പലപ്പോഴായി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തത്. ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ആളുകൾ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം, പുറത്തു പോയി ഭക്ഷണം കഴിക്കാം, അതേപോലെ വേണമെങ്കിൽ പുറത്ത് താമസിക്കാം എന്നീ ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതാണ് കണ്ടസ്റ്റൻസിന് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റി. വളരെ ദൈർഘ്യമേറിയ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത ഒരു മോർണിംഗ് ആക്ടിവിറ്റിയും ഇത് തന്നെയായിരുന്നു. കണ്ടസ്റ്റൻസ് ഓരോ ആളുകളായി വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. നമ്മൾ മുന്നേയും പലതവണ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ്, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് മുന്നേറുന്ന സമയത്ത് ചിലപ്പോൾ എതിർ ഭാഗക്കാർ അടിച്ചുവിടുന്ന ഒരു പരിപാടിയാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണ്, അവർക്ക് എക്സ്ട്രാ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് ഗെയിമിൽ നിന്ന് എവിക്റ്റ് ആവുന്ന ആളുകൾ പുറത്തിറങ്ങി അവരുടെ ആ ഒരു പക വീട്ടാൻ വേണ്ടി പടച്ചു വിടുന്ന ഒരു സാധനമാണ് ഈ ഒരു ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന്. അങ്ങനെയുള്ള കുറേയധികം അഭ്യൂഹങ്ങൾ പുറത്തുണ്ട്. ഈ ഒരു ഷോയ്ക്ക് ആകെ ഒരൊറ്റ സ്ക്രിപ്റ്റ് ആണുള്ളത്. അത് എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് ആണ്. എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനെക്കുറിച്ചിട്ട് കണ്ടസ്റ്റൻസ് ഒന്നും പറയുന്നില്ല, പക്ഷേ എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് ആണ് ഇതിനുള്ളത്. ഇതിലധികം ക്യാമറകളുണ്ട്. ഈ ഒരു ക്യാമറയിൽ നിന്ന് ഏതിൻ്റെ വിഷ്വൽ എടുക്കണം, ഏത് നിങ്ങളെ കാണിക്കണം, ഏതൊക്കെ ക്യാമറയിലെ ഏതൊക്കെ വിഷ്വലുകൾ ചേർത്തിട്ട് എപ്പിസോഡ് ഉണ്ടാക്കണം, ഈ ഒരു എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് ആണ് നോർമലി ഈ ഒരു ഷോയ്ക്കുള്ളത്. പിന്നെ ലൈവ് ഒരു ദിവസം വൈകിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ക്യാമറകളിൽ ഓൾറെഡി അവിടെ സ്വിച്ചിങ് നടന്നിട്ടുണ്ടാവും. എന്നിട്ടും ഒരു പരിശോധന നടത്തിയിട്ടാണ് അവരത് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ എഡിറ്റിങ്ങിൽ ചില കളികൾ നടത്താറുണ്ട്. ആ ഒരു എഡിറ്റിങ്ങിലാണ് പുറത്തെ ചില കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്ന സമയത്തും ഏതെങ്കിലും ബ്രാൻഡിന്റെ പേര് പറയുന്ന സമയത്തും ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേര് പറയുന്ന സമയത്തും ഒക്കെ കട്ടിങ് നടക്കുന്നത്. സ്പോട്ട് ലൈവുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ നിയമ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. റോക്കി സിജോയ് ഇടിച്ച് ആ ഒരു വിഷ്വൽ പുറത്തു പോയതിന് തന്നെ എന്തൊക്കെ വള്ളികളാണ് ബിഗ് ബോസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കണ്ടസ്റ്റൻസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം. സായി ടാസ്കുമായി ബന്ധപ്പെട്ട് മുന്നിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ്. എന്നിട്ട് സായി പറയുകയാണ്, സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ തോന്നും പുറത്തു നിന്ന്, എന്നാൽ ഒട്ടും സ്ക്രിപ്റ്റ് അല്ല. ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമുക്ക് ഒന്നും കിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പർ ഉണ്ടായിരിക്കും. അവർ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ പുറത്തു നിന്നായിരിക്കും. അവർ നമ്മളോട് ഗെയിമിന്റെ ഒരു കാര്യങ്ങൾ സംസാരിക്കില്ല, ഹെൽത്തിന്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. വേറെ ഒരാളുമായിട്ട് നമുക്ക് ഒരു ഇന്ററാക്ഷനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. കണ്ടന്റ് മിക്കതും ഓർഗാനിക് ആണ്. വളരെ സ്വതസിദ്ധമായിട്ട് വരുന്ന കണ്ടന്റുകളാണ്. പുറത്ത് നിന്ന് സായിക്ക് അത് ഓർഗാനിക് അല്ല, ഇത് ഒരു പ്ലാൻ ആണ്, അവർക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിക്കുന്നതാണ് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ്ലി മാറി. പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി മാറിയതിനെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിനെ ഒരു സ്കൂളായിട്ടാണ് സായി നോക്കിക്കാണുന്നത്. ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ പഠിച്ച ഒരു വ്യക്തിയാണ് സായി. പിന്നീട് വരുന്നത് നന്ദനയാണ്. നന്ദനയും ഇത്തരത്തിൽ ഒത്തിരിയധികം കാര്യങ്ങൾ കേട്ടിട്ട് തന്നെയാണ് വന്നത്. നന്ദനയ്ക്ക് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഫോൺ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. അതേപോലെ തന്നെ പണികളൊന്നും ഇതിനകത്ത് കാണുന്നത് പോലെയല്ല, അതൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് അവിടെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും എല്ലാ ജോലികളും എടുക്കേണ്ടതുണ്ട്. നന്ദന പറയുന്നത് ഇവിടെ ഉള്ളതൊക്കെ ആർട്ടിസ്റ്റുകളും ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ അല്ലേ, അപ്പോൾ അവരെ കൊണ്ട് ഇങ്ങനെ പണി എടുപ്പിക്കത്തില്ലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതല്ല എന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോഴത്തേന് എല്ലാ പണിയും എടുക്കേണ്ടി വന്നു. ബാത്റൂം വൃത്തിയാക്കണം, വീട് മുഴുവൻ തൂത്തുവാരണം, അതേപോലെ തന്നെ പല സൗകര്യങ്ങളുമില്ല. പിന്നെ ഫോൺ അഡിക്ഷൻ മാറിയതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ ജയിക്കണം എന്നുള്ളൊരു വാശി, മത്സര വീര്യം കൂടിയിട്ടുണ്ട്. എല്ലാ ടാസ്കിലും അങ്ങനെ ജയിക്കണം എന്നുള്ളൊരു വാശി ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയുന്നത്, പുറത്തു നിന്ന് കണ്ട സമയത്ത് ജാസ്മിന്റെ ഒരു ഹൈജീനിയെ കുറിച്ചിട്ടൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ ഇങ്ങടേക്ക് വന്ന സമയത്താണ് മനസ്സിലായത് അതൊക്കെ ആളുകൾ പറഞ്ഞ് വെറുതെ ഉണ്ടാക്കുന്നതാണ് എന്ന്. അഭിഷേകാണ് പിന്നീട് വരുന്നത്. ഒത്തിരിയധികം ഓഡിഷൻസിൽ കൂടെ 10,000-കണക്കിന് ആളുകളിൽ നിന്നിട്ട്, അല്ലെങ്കിൽ 1000-ലധികം ആളുകളിൽ നിന്നിട്ടാണ് നമ്മൾ 25 ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അത്രയധികം ടഫാണ് ഇങ്ങടേക്ക് കയറി വരാനായിട്ട്. അങ്ങനെ ആർക്കും പെട്ടെന്ന് കയറി വരാനായിട്ട് പറ്റില്ല. എൻ്റെ കൂടെ ഒത്തിരിയധികം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ആർക്കും ഇത് കിട്ടിയില്ല. അപ്പോൾ ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അവസരമാണ്. അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്. ചില ആളുകൾക്ക് ഓഡിഷൻ ഇല്ല എന്നും ഇന്നലെ കേട്ടു. ശരണ്യ പുറത്തുള്ള ഒരു ഇന്റർവ്യൂ ബൈറ്റിൽ പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന് ഓഡിഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ആർട്ടിസ്റ്റുകളിൽ ചില ആളുകൾക്ക്, അവർക്ക് അറിയാവുന്ന ചില ആളുകൾക്ക്, ഇപ്പോൾ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയാവുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഓഡിഷൻ ഉണ്ടായിരിക്കില്ല. എനിക്ക് തോന്നുന്നു എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ഡൗട്ടുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ ഈ ഒരു ഇന്റർവ്യൂ ഓഡിഷൻ പ്രൊസീജിയർ നടത്തുന്നത്. അഭിഷേക് പറയുന്നു, ഈ ഒരു ക്രൂവിന്റെ കോർഡിനേഷൻ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്.
ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് ഹോട്ടൽ റൂമിലാക്കിയിരുന്നു. ആ റൂമിൽ നിന്നിട്ട് രാവിലെ റെഡിയായി പുറത്തിറങ്ങിയിരുന്നത് പോലും വലിയ പ്രശ്നമായി. എല്ലാവരും ഓടി വന്നു. അങ്ങനെ പുറത്തൊന്നും പോവാൻ, ഇങ്ങടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും സ്വതന്ത്രമായിട്ട് ഇറങ്ങാനായിട്ട് പറ്റില്ല. അങ്ങനെ റൂമിന് പുറത്തിറങ്ങി ലോബിയിൽ വന്നതിന് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അതേപോലെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് പെരുമാറുന്നത് ഒരു റോബോട്ടിനെ പോലെയാണ്. അവർ ഇങ്ങോട്ടേക്ക് പ്രോപ്പർട്ടി ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവരോടൊന്നും മിണ്ടാനൊന്നും പറ്റത്തില്ല. പിന്നെ അഭിഷേക് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ബിഗ് ബോസിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാഷിംഗ് മെഷീനും മിക്സിയൊക്കെ കൊടുക്കാം, പക്ഷെ അതൊന്നും തന്നിട്ടില്ല. നമ്മളതെല്ലാം കൈകൊണ്ടാണ് കഴുകുന്നത്. വാക്വം ക്ലീനർ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ തരാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ കുറേയധികം കഷ്ടപ്പെടേണ്ടതുണ്ട്. പിന്നെ അഭിഷേക് പറയുന്നത് ഹെൽത്തിനെ കുറിച്ചിട്ടും ഫുഡിനെ കുറിച്ചിട്ടും ഒക്കെയാണ്. വന്ന സമയത്ത് തന്നെ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കേണ്ടി വന്നു, നല്ല രീതിയിൽ ബ്ലാക്ക് ഔട്ടായി പോയി എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട്. പിന്നെ വണ്ണമൊക്കെ കുറഞ്ഞു, അനാവശ്യമായിട്ടുള്ള ബോഡി വെയിറ്റ് ഒക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഫിറ്റ് ആയിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഋഷിയാണ്. ഋഷി പറയുന്നു സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. ചെറിയ കാര്യത്തിന് അടി ഉണ്ടാവുന്നതൊക്കെ കണ്ടിട്ടായിരിക്കും ആളുകൾ അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ അത്രയധികം സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഇങ്ങടേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മളെ എഫക്റ്റ് ചെയ്യും. നമ്മൾ അങ്ങനെ അടി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഋഷിക്ക് വന്ന ഒരു മാറ്റം, ഋഷി ക്ഷമ നല്ല രീതിയിൽ പഠിച്ചു. ദേഷ്യം കുറേയധികം മാറി. പുറത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്ന ഒരാളാണ് ഋഷി. പിന്നെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചു. വീട്ടിൽ അങ്ങനെ ജോലികളൊന്നും ചെയ്യാറില്ല, പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ കുറേയധികം ജോലികൾ ചെയ്യുന്നുണ്ട്. അഭിഷേകും ഈ ഒരു ജോലികൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. വീട്ടിൽ ഒന്നും ചെയ്യാറില്ല, ആരും ചെയ്യാൻ പറയാറുമില്ല എന്നുള്ളത്. നോറ പിന്നീട് വരുന്നു. നോറ 3 സീസൺസ് വെച്ചിട്ടാണ് ഈ ഒരു ഷോയെ ജഡ്ജ് ചെയ്തത്. അതേപോലെ തന്നെ നോറ വിചാരിച്ചിരുന്നു എന്തിനാണ് ഇങ്ങനെ ആളുകൾ കരയുന്നത് എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും മനസ്സിലായി അങ്ങനെ കരയാതിരിക്കാനൊന്നും പറ്റില്ല, അങ്ങനെ കരയണം. നോറ അവിടെയും തൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് ഉപയോഗിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം. അദ്ദേഹം അത്രയധികം കോൺഷ്യസ് ആണ്. അദ്ദേഹം വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളായിട്ട് തന്നെ പെരുമാറേണ്ടി വരും. നോറ പോയ ബ്യൂട്ടി പാർലറിലെ ചേച്ചി പറഞ്ഞിരുന്നു ഹൗസിലേക്ക് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്, ജീവിതം താറുമാറാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നോറയ്ക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. തൻ്റെ ഫാമിലി ഹൗസിലേക്ക് വന്നു, തന്നെ ചേർത്ത് നിർത്തി. പിന്നെ ബി ക്രൂവിൻ്റെ കാര്യം പറയുന്നുണ്ട്. 24 hours ബി ക്രൂ ആക്റ്റീവ് ആണ്. രാത്രി വൈകി ഉറങ്ങുന്ന നോറ ഇടയ്ക്ക് ബിഗ് ബോസിനെ ചെക്ക് ചെയ്യാറുണ്ട് പോലും. പിന്നീട് നോറയ്ക്ക് മനസ്സിലായത് പുറത്ത് പല കാര്യങ്ങളിലും ഇടപെടാത്ത ഒരു സ്വഭാവമായിരുന്നു തനിക്ക്. ഇവിടെ വന്നു കഴിഞ്ഞ് ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവസരങ്ങൾ കിട്ടില്ല. അപ്പോൾ എല്ലാത്തിലേക്കും ഇടപെടേണ്ടതുണ്ട്. അൻസിബ ഒരു ദീർഘ പ്രസംഗമാണ് നടത്തുന്നത്. അൻസിബ വന്നു കഴിഞ്ഞാൽ അറിയാലോ, അൻസിബയ്ക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഇവിടെ പറയും. അവർക്കെതിരെയുള്ള കുറേയധികം സാധനങ്ങൾ ഇങ്ങനെ ഉള്ളി അമ്പുകളായിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു ദീർഘ പ്രസംഗം തന്നെ നടത്തുകയാണ്. അൻസിബ പറയുന്നത് സ്ക്രിപ്റ്റ് എന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ സ്ക്രിപ്റ്റ് ആക്കാനൊന്നും പറ്റത്തില്ല. അദ്ദേഹത്തിന് TV എക്സ്പീരിയൻസ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. ഇത്രയധികം ആളുകളെ സ്ക്രിപ്റ്റ് ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അത് അപ്സര പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ഇത് സ്ക്രിപ്റ്റ് അല്ല എന്നുള്ള ബോധം അൻസിബയ്ക്ക് ഉണ്ടായിരുന്നു. അതേപോലെ അൻസിബ പറയുന്നത് ഞാൻ ഇങ്ങടേക്ക് വന്ന സമയത്ത് കപ്പിന് കൂടുതൽ ഒരു പ്രാധാന്യം നൽകിയിരുന്നില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ പോകുമെന്ന് വിചാരിച്ചാണ്. എന്നാൽ 2 ആഴ്ചയിൽ കൂടുതൽ ഇപ്പോൾ നിന്നിരിക്കുന്നു. ഇവിടെ നാച്ചുറലായിട്ട് ആകെ കിട്ടുന്നത് ഓക്സിജനും വെള്ളവും മാത്രമാണ്. ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യലാണ്, ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് ആണ്. ഷോ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ കണ്ടസ്റ്റൻസ് സ്ക്രിപ്റ്റഡ് ആണ്. 365 ദിവസം വേണമെങ്കിലും സ്ക്രിപ്റ്റിനനുസരിച്ച് ആക്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഓന്തിനെ പോലെ നിറം മാറുന്ന ആളുകളുണ്ട്. ഹോട്ടൽ ടാസ്ക് വന്നപ്പോൾ സ്വയം ഹീല് ചെയ്യാനായിട്ട് പഠിച്ചു. അത് തന്നെ ചെറിയ രീതിയിൽ ബാധിച്ചു. പക്ഷേ ഇങ്ങനെയാണ് ചിന്തിച്ചത്, എല്ലാ തവണയും ഫണ്ണായിട്ടല്ലേ ചെയ്യുന്നത്, ഈ തവണ ഇത്തിരി ഡിഫറെന്റ് ആയിക്കോട്ടെ. അങ്ങനെ സ്വയം ഹീൽ ചെയ്യാനായിട്ട് പഠിച്ചു. പിന്നെ അൻസിബ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ബിഗ് ബോസ് സീസണുകളിൽ ഒന്നിൽ പോലും ഡിസേർവിംഗ് അല്ലാത്ത കണ്ടസ്റ്റൻസ് കപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പ്രേക്ഷക വിധിക്ക് അനുസരിച്ചിട്ടാണ്. പിന്നെ ഫോണൊക്കെ എന്താണ് ഏതാണ് എന്നൊക്കെ മറന്നു തന്നെ പോയിരുന്നു. വീട്ടുകാരെ പറ്റിക്കുന്നവരുണ്ട്, നാട്ടുകാരെ പറ്റിക്കുന്നവർ ഹൗസിലുണ്ട് എന്ന് എടുത്തു പറയുകയും ചെയ്തു. കുറേയധികം ആളുകളെ കൊള്ളിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്സര വരുന്നു. അപ്സര അധികം ദീർഘിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാണ് വന്നത്. കാരണം അൻസിബ് ഒത്തിരിയധികം ടൈം എടുത്തിരുന്നു. ഒറ്റയ്ക്കിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്സര. എന്നാൽ വന്ന അന്ന് മുതൽ തന്നെ ഒറ്റയ്ക്കാവുന്നതിൻ്റെ ഒരു ഫീല് മനസ്സിലായിരുന്നു. ബി ഹൗസിലേക്ക് വരുന്നതിന് മുൻപ് ഓഡിഷനിൽ അപ്സര ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. കാരവാനിൽ കയറിയപ്പോൾ ആദ്യം തന്നെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇത്രയധികം ആളുകളെ സ്ക്രിപ്റ്റ് ഒന്നും പഠിപ്പിച്ചിട്ട് ഈ ഒരു ഷോ നടത്താനായിട്ട് പറ്റത്തില്ല. അഭിനയിക്കാനൊന്നും ഒട്ടും പറ്റില്ല. ഫുഡൊന്നും നമുക്ക് ഈസി കിട്ടില്ല. ഫാമിലി വന്നപ്പോൾ പോലും അത്രയധികം ഫുഡൊന്നും കിട്ടിയില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എല്ലാം ഇവരുടെ ഒരു റൂളിനനുസരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. പിന്നെ കരച്ചിലൊക്കെ വരും. ആൽവി വന്ന സമയത്ത് കരയരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല. അമ്മ പറഞ്ഞപ്പോഴാണ് കൂടുതൽ കൺവിൻസിങ് അത്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മയും കരയും എന്ന് പറഞ്ഞപ്പോൾ
അത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റി. പിന്നെ കുറേയധികം കോൺഫിഡൻ്റ് ആയ കാര്യത്തെക്കുറിച്ചിട്ടും അപ്സര പറയുന്നുണ്ട്. ശ്രീതു വരുന്നു, കുറച്ച് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ആളുകൾ പറയുന്നത് പോലെയല്ല, ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ അവരിങ്ങനെ കണ്ടന്റിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് മനസ്സിലായി. മമ്മി ഇല്ലാത്ത ഒരു അവസ്ഥ ആദ്യമായിട്ടാണ്. ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് മമ്മി എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ മമ്മി ഇല്ലാതെ ഒറ്റയ്ക്ക് വന്ന സമയത്ത് തന്നെ കാരവാൻ്റെ അകത്ത് കയറിയപ്പോൾ മുതൽ തന്നെ ആ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ശ്രീതു ഓർത്തത് ഹൗസിലേക്ക് കയറുന്നതിന് മുൻപ് എല്ലാ കണ്ടസ്റ്റൻസിനെയും നിരത്തി നിർത്തി പരിചയപ്പെടുത്തിയിട്ടായിരിക്കും അകത്തേക്ക് കയറ്റുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അകത്ത് കയറി കഴിഞ്ഞിട്ടേ കൂടെയുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. 1-2 ആൾക്കാരെ മാത്രമേ പരിചയമുള്ളൂ, ബാക്കിയുള്ള ആളുകളൊന്നും പരിചയം ഉണ്ടായിരുന്നില്ല. പുറത്ത് നിന്ന് എല്ലാത്തിനും പെട്ടെന്ന് ഹേർട്ടാവുന്ന ഒരു സ്വഭാവമായിരുന്നു. എന്നാൽ അകത്ത് വന്നപ്പോഴത്തേന് അതൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ ഇവൾ വീക്കാണല്ലോ എന്ന് പറഞ്ഞ് ഹേർട്ടാക്കി ഒരു ഗെയിം കളിക്കാറുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇവിടെ മാറി നിന്ന് കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ പറ്റില്ല. ജാസ്മിൻ വരുന്നു, പുറത്ത് കേട്ടതൊന്നും ആളുകൾ പറയുന്നതൊന്നും സത്യമല്ല, ആൾക്കാരൊക്കെ സ്ക്രിപ്റ്റഡ് ആയിരിക്കാം. ഫുഡ് ഈ തവണ പവർ റൂം ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പുറത്തു നിന്ന് കിട്ടി എന്നുള്ളതല്ലാതെ അങ്ങനെ ഫുഡൊന്നും നമുക്ക് ഈസിലി അവൈലബിൾ അല്ല. പുറത്തുനിന്ന് കണ്ടപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ജാസ്മിന് തോന്നിയത്. പക്ഷെ അകത്തേക്ക് വന്നപ്പോൾ അതികഠിനമായിട്ട് തന്നെ ഫീൽ ചെയ്തു. അതേപോലെ പുറത്തുനിന്ന് വലിയ പ്ലാനുകളൊക്കെ ആയിട്ട് അകത്തേക്ക് വന്നാലും ഇതിൻ്റെ അകത്തെ ഒരു അവസ്ഥയുമായിട്ട് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് അഡാപ്റ്റായി നമ്മുടെ ആ ഒരു പ്ലാനൊക്കെ പൊളിയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പൊളിയും. അതേപോലെ വരുന്നതിന് മുൻപ് ടാസ്കുകളിലൊന്നും ഇത്രയധികം ആക്റ്റീവ് ആകുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഫിസിക്കലി അത്രയധികം ആക്റ്റീവ് അല്ലാത്ത ഒരു വ്യക്തിയാണ് ജാസ്മിൻ. പക്ഷേ ഇങ്ങടേക്ക് വന്ന സമയത്ത് വിചാരിക്കാത്ത ഒരു മാറ്റം തനിക്കുണ്ടായ കാര്യം പറയുന്നുണ്ട്. പിന്നെ പുറത്തായിരുന്ന സമയത്ത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളോടാണ് ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നത്, ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിരുന്നത്. എന്നാൽ ഹൗസിലേക്ക് വന്ന സമയത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് ദേഷ്യപ്പെടാനായിട്ട് പേടിയാണ്. കാരണം അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ ഒരു ക്ലോസ് സർക്കിളിൽ നിന്ന് പോയാൽ വലിയ നഷ്ടമാണ്. ഇത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും കൂടെ ഒരാളുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അതൊക്കെ മാറി. അതിപ്പം പ്രേക്ഷകർക്ക് മനസ്സിലാവും. ആദ്യ ദിനങ്ങളിലൊക്കെ കണ്ടതാണല്ലോ, അത്ര പെട്ടെന്നാണ് ജാസ്മിൻ ഒരാളിൽ ഒതുങ്ങിയത്. എനിക്കത് വേണം, എനിക്കല്ലാതെ പറ്റില്ല. അവസാനം പോലും ജാസ്മിൻ അത് റിയലൈസ് ചെയ്യുന്നില്ല. ഇപ്പം ഫാമിലിയൊക്കെ വന്ന സമയത്താണ് അവരതൊക്കെ എടുത്ത് മാറ്റിയ സമയത്താണ് കുറച്ചും കൂടെ ജാസ്മിൻ ആ ഒരു ബോധം വന്നത്. സിജോ വരുന്നു, കൺഫെഷൻ റൂമിൽ നിന്നൊക്കെ ഹിന്റുകൾ കിട്ടുമെന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും കിട്ടില്ല. സ്ക്രിപ്റ്റ് ആണെന്ന് പറയുന്നതിനൊക്കെ കണ്ടം വഴി ഇറക്കി ഓടിക്കണം. മെഡിക്കൽ റൂമിലേക്ക് പോയാലും ഒരു കാര്യമില്ല. ഡോക്ടറിൻ്റെ അടുത്ത് BB ക്രൂ ഉണ്ട്. ഡോക്ടർ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു സിജോ. ആശുപത്രിയിൽ നിന്ന് ഹിന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞതൊക്കെ കള്ളമാണ്. സായിയും സിജോയും ഒക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ TV ഇല്ല. അതേപോലെ തന്നെ പത്രം കിട്ടുന്നത് തമിഴ് പത്രമാണ്. പടങ്ങൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ BB ക്രൂ മെമ്പർ ഉണ്ട്. അയാൾ ഫോൺ വിളിക്കുന്നതൊക്കെ പുറത്ത് നിന്നിട്ടാണ്, നമ്മളോടൊന്നും സംസാരിക്കില്ല. ഫ്രണ്ട് വന്നിരുന്നു, നമ്മൾ കണ്ടതാണ്. ഫ്രണ്ട് വന്നപ്പോഴും ഈ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചോദിക്കാനായിട്ടുള്ള അവസരം കിട്ടിയുള്ളൂ. വേറൊന്നും സംസാരിക്കില്ല. എല്ലാത്തിനകത്തും ആ ഒരു BB ക്രൂ ഉണ്ടായിരുന്നു. പിന്നീട് അർജുൻ വരികയാണ്. സീസൺ 3 തൊട്ട് ഓഡിഷനിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ. സ്ക്രിപ്റ്റ് ആണ് എന്നുള്ള തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന് കയറിയപ്പോൾ പോയ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഫെയിലേഴ്സ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ആളുകളിൽ പല ആളുകൾക്കും പറ്റുന്നില്ല. അർജുന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തനിക്ക് ഉള്ള ചില നല്ല ക്വാളിറ്റീസിനെ പോളിഷ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയെന്ന് അർജുൻ പറയുന്നുണ്ട്. പുറത്തുള്ള ആരുമായിട്ടും ഒരു തരത്തിലുള്ള കണക്ഷനും നമുക്കില്ല. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ആക്കിയാലും ബിഗ് ബോസ് അതൊക്കെ പൊളിക്കും. ജിൻഡോ വരുന്നു. ജിൻഡോ വലിയ പ്ലാനിങ്ങിന് ശേഷമാണ് മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പങ്കെടുക്കാൻ തന്നെ വരുന്നത്. സാധാരണ മോർണിംഗ് ആക്ടിവിറ്റികളിൽ മുന്നേ തന്നെ വരുന്ന വ്യക്തിയാണ് ജിൻഡോ. പക്ഷേ ഇന്നത്തെ ടാസ്ക് കുറേയധികം വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ജിൻഡോ വരുന്നത്. ജിൻഡോ ഇങ്ങടേക്ക് വരുന്നതിന് മുൻപ് തന്നെ വരുന്നതിനോടൊപ്പം തന്നെ ആളുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീ വലിയ പിടിപാടുള്ള ഒരാളല്ലേ, നിനക്ക് പോലീസ് ഉദ്യോഗസ്ഥരായിട്ടും ഉന്നത ഉദ്യോഗസ്ഥരായിട്ടും ഒക്കെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് ബിഗ് ബോസ് ഹൗസിൽ വളരെ എളുപ്പമായിരിക്കും, നിന്നെ അവർ പ്രൊട്ടക്ട് ചെയ്തോളും. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല. അവരോട് പറയുകയാണ്, ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. ഇവിടെ 15 ദിവസം നിന്ന് കഴിഞ്ഞാൽ ലോകത്തെ എല്ലായിടത്തും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. പിന്നെ ജിൻഡോ ഇങ്ങടേക്ക് വന്ന സമയത്ത് വിചാരിച്ചത് ഇവിടെ വന്നിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റ് ആവാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പ്രോട്ടീൻ ഇല്ല, ഫുഡില്ല, അതുകൊണ്ട് വർക്കൗട്ടൊക്കെ നിർത്തി. എൻ്റെ ശരീരം കണ്ടില്ല എന്നൊക്കെ ജിൻഡോ ചോദിക്കുന്നുണ്ട്. ജിൻഡോ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാനായിട്ട് പറ്റത്തില്ല. പിന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ട് തുറന്നു മിണ്ടുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് തിരുത്തി നൽകുന്ന സുഹൃത്തുക്കൾ ഹൗസിലുണ്ട് എന്നുള്ളതാണ്. വളരെ രസകരമായിട്ടാണ് ജിൻഡോ അതൊക്കെ അവതരിപ്പിച്ചത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി. വലിയ സമയമെടുത്ത മോർണിംഗ് ആക്ടിവിറ്റിയാണ്. കണ്ടസ്റ്റൻസ് പല ആളുകളും വളരെ വൈകിയൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ഓണായി വരുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഓണായി വരുന്ന ഒരു സമയത്തിൻ്റെ പകുതിയും
ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി എടുത്തു, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള പാഴ്സലാണ് അവിടെ ഉണ്ടാവുക. ബാക്കിയുള്ള ഗെയിമുകൾ, മറ്റു കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചിട്ട് പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.